നമ്മൾ ഏതൊരു ജോലി ചെയ്യുന്നവരാണെങ്കിലും പഠനത്തിലുള്ളവരാണെങ്കിലും ഏത് പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും അവർക്കെല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, അല്പം കൂടി മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ചിലർ നമുക്ക് ഉറപ്പ് തരുന്നു, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ടാകും. നിങ്ങൾ ഏതെങ്കിലും നിലയിൽ പ്രവർത്തന മണ്ഡലങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലും കുടുംബജീവിതത്തിലുമൊക്കെ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്കേറെ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48 അധ്യായം 17 വാക്യം വായിക്കട്ടെ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. നോക്കണേ, എത്ര സ്നേഹത്തോടും കരുതലോടും കൂടിയുള്ള ഒരു പ്രസ്താവനയാണ്. നമുക്കൊക്കെ ഇങ്ങനെയുള്ള കരുതലിൻ്റെ പ്രസ്താവനയും സ്നേഹത്തിൻ്റെ പ്രസ്താവനയും ഒക്കെ കാണണമെങ്കിൽ, കേൾക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് എടുക്കണം. അത് സഭാപരമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും മറ്റേത് മേഖലയാണെങ്കിലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ എന്തു സ്നേഹമാണെന്നറിയാമോ? നമ്മളെ ജനനം മുതൽ പരിചയമുള്ളവരെ പോലെയാണ് അവർ നമ്മുടെ വീടുകളിലെത്തുകയും ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ എത്രയോ ആളുകളെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ പറയുന്ന കർത്താവ് ഏതെങ്കിലും ഒരു പ്രയോജനം നമ്മിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല, മറിച്ച് നമ്മുടെ വഴികളിൽ പ്രസാദം തോന്നുന്നതുകൊണ്ട് കുറെ കൂടി ശുഭകരമായി പ്രവർത്തിക്കാൻ, കുറെ കൂടി ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടുവാൻ, കുറച്ചുകൂടി നന്മയുടെ വഴികളിലേക്ക് നടത്തപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ ഒരു കാര്യം മറക്കല്ലേ. ദൈവത്തിൻ്റെ അഭ്യസനം നമുക്ക് അത്യാവശ്യമാണ്. നമ്മളെല്ലാം തികഞ്ഞ വ്യക്തികൾ ലോകത്തിൽ ആരുമില്ല. തീർച്ചയായിട്ടും അതാത് സമയങ്ങളിൽ ഏതെങ്കിലും മേഖലകളിൽ നിന്ന് അഭ്യസനം പ്രാപിച്ചവരാണ് എവിടെയും തിളങ്ങുന്നതും ശോഭിക്കുന്നതും പ്രയോജനപ്പെടുന്നതും. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, ലോകത്തിലെ ഏത് സ്ഥാപനത്തിൽ നിന്നും അഭ്യസനം പ്രാപിച്ചാലും അതിന് അതിൻ്റേതായ പരിധികളും പരിമിതികളുമൊക്കെ ഉണ്ടാവും. എന്നാൽ നോക്കൂ, സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോട് ചേർന്ന് നിന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ അല്പം കൂടി ശുഭകരമായി പ്രവർത്തിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഒരു ചെറിയ അഭ്യസനം ഒരുപക്ഷെ അഭ്യസനമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിലപ്പോഴൊക്കെയെങ്കിലും വേദനയാണ്. പേടിക്കരുത്, ആ വേദന നിങ്ങൾക്ക് ദോഷമല്ല, നന്മയ്ക്കായി ഭവിക്കും. എല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ശുഭമായി ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കൾക്കാട്ടും സ്തോത്രം. അടിയങ്ങളോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ അഭ്യസനത്തിൻ്റെ കീഴിൽ മുന്നേറുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗാഡ് ബ്ലെസ് യു.